കീബോർഡ് പഠിച്ചു തുടങ്ങുന്നവർക്ക് തുടക്കത്തിൽ പറ്റുന്ന ഒരു പ്രശ്നമാണ് അവർക്ക് ഇൻട്രോ കറക്റ്റായിട്ട് ടൈമിൽ നിർത്താൻ പറ്റാതിരിക്കുന്നൊരു പ്രശ്നമുണ്ട്. കറക്റ്റായിട്ട് ടൈമിൽ വീണില്ലെങ്കിൽ ആ ഇൻട്രോയ്ക്ക് അതിൻ്റെ ഭംഗി കിട്ടത്തില്ല, പാടാൻ നിൽക്കുന്ന ആളുകൾക്ക് പാടാനും വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ചെറിയൊരു ടെക്നിക്ക് കൊണ്ട് ഇൻട്രോയെ നിങ്ങൾക്ക് കറക്റ്റ് ടൈമിൽ നിർത്താൻ പറ്റും. അതാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് മനസ്സിലാക്കാൻ പോകുന്നത്. 1 2 3 1 2 3 1 2 3 1 2 3 അങ്ങനെ 1 2 3 1 2 3 എന്ന് പറഞ്ഞു പോകുന്ന എന്ന് വെച്ചാൽ ഒരു ബാറിൽ 3 അടിയുള്ള ഋതമാണിത്. അപ്പോൾ ഈ 3 അടിയിലുള്ള ഒരു 3 ബീറ്റ് വരുന്നതിനെയാണ് ഒരു ബാറെന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് നമ്മൾ ഇപ്പം വായിക്കുന്ന ടൈപ്പിലൊരു ഇൻട്രോ നിങ്ങൾ വായിക്കുമ്പം ഒരു 8 8 16 ബാർ, ആദ്യത്തെ ടോൺ ഒരു 8 ബാറിലും രണ്ടാമത്തെ ടോണിൽ വീണ്ടും ഒരു 8 ബാറിലും വായിച്ചാൽ നിങ്ങൾക്ക് നന്നായിട്ട് ഒരു പ്രോഗ്രാമിന് ഇൻട്രോ വായിച്ച് കൊടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ 8 ബാർ വായിക്കുമ്പോൾ ആദ്യം നമുക്ക് ഉണ്ടാക്കേണ്ട ഐഡിയ എന്ന് പറഞ്ഞാൽ ഒരു ബാർ എത്രയാണെന്നുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് വേണം. 2 3 1 2 3. അപ്പോൾ ഈ 1 2 3 എന്ന് വീഴുന്ന ആ ഋതമാണ് ഒരു ബാർ. അത് മ്യൂസിക്കിൻ്റെ ഒരു ഡ്യൂറേഷൻ ഓഫ് ടൈമാണ്. 1 2 3. അപ്പോൾ നമ്മളെപ്പോഴും ഇൻട്രോ വായിക്കുമ്പം അപ്പോൾ 16 ബാറിൻ്റെ ഇൻട്രോ വായിക്കുന്നത്, 8 ബാറിൻ്റെ ഇൻട്രോ വായിക്കുന്നത്, അല്ലെങ്കിൽ 4 ബാറിൻ്റെ ഇൻട്രോ വായിക്കുന്നത്. അപ്പോൾ ഇത് മൊത്തം കൂടെ ഫോക്കസ് ചെയ്യാൻ പോയാൽ തുടക്കക്കാർക്ക് ആകെ കൺഫ്യൂസ്ഡ് ആയിരിക്കും. അപ്പോൾ ഈസി ആയിട്ടൊരു മെത്തേഡാണ് ഇന്ന് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ മൊത്തത്തിൽ ഫോക്കസ് ചെയ്യാൻ പോകാതെ ജസ്റ്റ് 2 ബാർ മര്യാദയ്ക്ക് വായിക്കാൻ ശ്രദ്ധിക്കുക. 2 ബാർ എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് അതായത് 1 2 3 1 2 3 2 ബാർ ഡ്യൂറേഷനെ മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യുക. അപ്പോൾ 2 ബാർ മ്യൂസിക്കിൽ 2 ബാർ ഡ്യൂറേഷനിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു മ്യൂസിക് വായിക്കുക. നോക്കിക്കണേ, ഇതൊരു 2 ബാറിലുള്ളൊരു മ്യൂസിക്കാണ്. വീണ്ടും വായിക്കുക. ഒരു 2 ബാറിൻ്റെ പീസാണ്. ഈ 2 ബാറിൻ്റെ പീസ് നിങ്ങൾ അടുക്കി അങ്ങോട്ട് വെക്കുമ്പോൾ 4 തവണ അടുക്കി വെക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് 8 ബാർ കിട്ടും. ഈ 2 ബാറിൻ്റെ മ്യൂസിക് കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യുക. അടുത്തിട്ട് കൊണ്ടുവന്നാട്ടെ. അപ്പം ഞാൻ തുടക്കത്തിൽ പറഞ്ഞു, ഇപ്പം നമ്മൾ സ്ട്രിങ് സാക്സ് ഇട്ടിട്ടൊരു ഇൻട്രോ വായിക്കാൻ പോവാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ സാക്സ് ഉപയോഗിക്കുന്നു, സെക്കൻഡ് സ്ട്രിങ് ഉപയോഗിക്കുന്നു. ഇതേ ടോൺ ഉപയോഗിക്കണമെന്നില്ല, ഇഷ്ടമുള്ള ടോൺസ് ഉപയോഗിക്കാം, ഇഷ്ടമുള്ള ഡ്യൂറേഷനിൽ വായിക്കാം. അപ്പോൾ ബേസിക്കായിട്ട് ഐഡിയ പറയുകയാണ്. 16 ബാറിൻ്റെ ഒരു ഇൻട്രോ നിങ്ങൾക്ക് വായിക്കണമെന്നിരിക്കട്ടെ. അപ്പോൾ 16 ബാറിൻ്റെ വായിക്കണം മൊത്തത്തിൽ. അപ്പോൾ സാക്സ് നിങ്ങൾ 8 ബാർ ഉപയോഗിക്കും, സ്ട്രിങ് നിങ്ങൾ 8 ബാർ ഉപയോഗിക്കുകയാണെന്നിരിക്കട്ടെ. ഇതിങ്ങനെ തന്നെ ചെയ്യണമെന്നില്ല, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. മ്യൂസിക്കിൽ there are no rules. നിങ്ങളുടെ ഇഷ്ടമുള്ള കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. സോ അതിനുള്ള ഫ്രീഡം നിങ്ങൾക്കുണ്ട്. അപ്പോൾ 8 ബാറിൻ്റെ ഇൻട്രോ നിങ്ങൾ വായിക്കുമ്പോൾ 8 ബാർ എന്ന് പറയുമ്പോഴത്തേക്ക് എത്രയാണെന്ന് നോക്കിയോ. ഇവിടെ നോക്കിയോ. 2 3 1 2 3 1 2 3 1 2 3 1 2 3 1 2 3 1 2 3 1 2 3. ഇത്രയാണ് 8 ബാറായിട്ട് വരുന്നത്. ഇതിങ്ങനെ മൊത്തത്തിലോട്ട് നിങ്ങൾ പഠിക്കാൻ പോയാൽ നിങ്ങൾ ആ കൺഫ്യൂസ്ഡ് ആയിപ്പോവും. അതിന് പകരം ചെയ്യേണ്ട ഈസി മെത്തേഡാണ് പറഞ്ഞു തരാൻ പോകുന്നത്. ഈ 8 ബാറിനെ നിങ്ങൾ എന്ത് ചെയ്യണം, 2 ബാറിൽ മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്യുക. 2 ബാറിൻ്റെ ഒരു ചെറിയ പീസ് ചുമ്മാതെ വായിക്കുക. എന്നിട്ട് അടുത്ത 2 ബാറിൻ്റെ ഒരു പീസ് വായിക്കുക. അത് കഴിഞ്ഞ് അടുത്ത 2 ബാറിൻ്റെ വേറൊരു പീസ് വായിക്കുക. അതുകൊണ്ട് ബന്ധപ്പെട്ട് വേണം വായിക്കേണ്ടത്. അങ്ങനെ ഈ കറക്റ്റ് ടൈമിൽ നിങ്ങൾ 2 ബാർ പ്ലസ് 2 ബാർ പ്ലസ് 2 ബാർ പ്ലസ് 2 ബാർ ഇതിൻ്റെ ഒരു പീസ് വായിക്കുമ്പോഴത്തേക്ക് നല്ല രസമായിട്ട് നിങ്ങൾക്ക് സാക്സിൻ്റെ ഒരു പീസ് കിട്ടും. ഇതേപോലെ റിപ്പീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് സ്ട്രിങ്ങിൻ്റെ ഒരു പീസ് കിട്ടും. ഞാൻ ഉദാഹരണം കാണിച്ചു തരാം. തുടക്കക്കാർക്ക് വേണ്ടിയാണ് ഇത് പറഞ്ഞു തരുന്നത്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ചേർത്ത് വെച്ച് പല ക്രിയേറ്റിവിറ്റി ചെയ്യാൻ പറ്റുന്നതാണ്. തുടങ്ങാൻ വേണ്ടിയുള്ള ഐഡിയാസ് പറഞ്ഞു തരികയാണ്. ഈ 2 ബാറിൻ്റെ കോൺസെപ്റ്റ് നമ്മുടെ മൈൻഡിൽ വെക്കുക. 2 ബാർ എത്രയാണെന്നുള്ളത് ഓർക്കുക. ഈ ഋതത്തിനകത്ത് 1 2 3 ദൻ ദക് ദക് ദൻ ദക് ദ അത്രയാണ് 2 ബാർ. അത് നമ്മുടെ മൈൻഡിൽ അങ്ങ് നന്നായിട്ട് ഉറപ്പിക്കുക. എന്നിട്ട് അതിനെ 4 പ്രാവശ്യം ആകുമ്പോഴത്തേക്ക് നമുക്ക് 8 ബാറിൻ്റെ മ്യൂസിക്കായി. 4 പീസ് വായിക്കുമ്പോഴത്തേക്ക് 4 ചെറിയൊരു ടൈനി പീസ് നിങ്ങൾ വായിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഒരു 8 ബാറിൻ്റെ നല്ല മെലഡി കിട്ടും. നോക്കിക്കോ. ഫോർ എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണ്. ഒരു 4 തവണ നിങ്ങൾ 2 ബാർ റിപ്പീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് 8 ബാറിൻ്റെ നല്ലൊരു മെലഡി കിട്ടും. അപ്പം നിങ്ങൾ ഇൻട്രോ സീക്വൻസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ
ഉദാഹരണത്തിന് നിങ്ങൾ ആദ്യം സാക്സ് ഇട്ട് വായിച്ച് അത് കഴിഞ്ഞ് സ്ട്രിങ് ഇടാനാണ് ഉദ്ദേശിക്കുന്നതെന്നിരിക്കട്ടെ. അപ്പം സാക്സ് ഇട്ട് വായിച്ച് എൻഡിങ് നോട്ട് പരമാവധി സായിൽ കൊണ്ട് നിർത്താതിരിക്കുക. ഇതിപ്പോൾ സി മേജറിൽ കാണിച്ചു തരുവാണ് ഈസി ആയിട്ട് നിങ്ങൾക്ക് കാണുന്നവർക്ക് മനസ്സിലാവാൻ വേണ്ടി. അപ്പോൾ സി മേജറിനകത്ത് സി ആണ് നമ്മുടെ സ. അപ്പോൾ സ എന്ന് പറഞ്ഞാൽ ലാൻഡിങ് നോട്ടാണ്. ലാൻഡിങ് നോട്ടിൽ വന്നിട്ട് നിങ്ങൾക്കറിയാം, കുറച്ച് ഐഡിയ ഉള്ളവർക്കറിയാം, ലാൻഡിങ് എന്ന് പറഞ്ഞാൽ ആ സായിൽ വന്ന് നിന്നാൽ മ്യൂസിക് തീരുന്ന ഫീലിംഗ് ആണ്. അപ്പോൾ തീരുന്ന ഫീലിംഗ് ഒരിക്കലും നിങ്ങൾ കണ്ടിന്യൂസ് വായിക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ കൊടുക്കാതിരിക്കുക. പകരം ആദ്യത്തെ സാക്സ് വായിക്കുന്ന സമയത്ത് ഒരു 2 നോട്ട് മുകളിലോ, ഉദാഹരണത്തിന് ഈ ഗായിലോ മായിലോ പായിലോ അങ്ങനെ വേറെ ഒരു നോട്ടിൽ കൊണ്ടുവന്ന് നിർത്തുക. നിങ്ങൾക്ക് കൺവീനിയൻ്റ് ആയിട്ട് മ്യൂസിക്കിനകത്ത് നിങ്ങളുടെ ഫ്രീഡം ഉണ്ട്, നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഏതാണോ വേറെ ഒരു നോട്ടിലേക്ക് നിങ്ങൾ പോവുക. അതിനുശേഷം ആ സ്ട്രിങ് കഴിഞ്ഞിട്ട് പാടുന്ന ആൾക്ക് ഹാൻഡ് ഓവർ ചെയ്യാനുള്ള ഉദ്ദേശമാണെങ്കിൽ ആ സ്ട്രിങ് വായിച്ച് നിർത്തുന്നത് നിങ്ങൾക്ക് സ്ട്രിങ് വായിച്ച് തീർത്ത് സായി കൊണ്ടുവന്ന് നിങ്ങൾക്ക് നിർത്താവുന്നതാണ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ സാക്സ് ഇടുകയാണ്. സാക്സ് ഇട്ടിട്ട് നമ്മൾ ബാർ എണ്ണാനെല്ലാം നിൽക്കത്തില്ല, എല്ലാ കാര്യം കൊണ്ടും ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റത്തില്ല. പകരം ആ മ്യൂസിക്കിൻ്റെ പാട്ട്, ഋതത്തിനെ 2 ബാറിൻ്റെ മനസ്സിൽ വെക്കുക. ഞാൻ അത് മാത്രമേ എൻ്റെ മൈൻഡിൽ വെക്കുന്നുള്ളൂ. അത് 2 ബാർ എനിക്കിപ്പോൾ മൈൻഡിലുണ്ട്. എത്രയാണ്? ഇതാണ് 2 ബാർ. ഇപ്പോൾ ഇതിൻ്റെ ഒരു പീസ് ഞാൻ വായിക്കാൻ പോവുകയാണ്. 4 തവണ റിപ്പീറ്റ് ചെയ്യുമ്പോൾ എനിക്കറിയാം 8 ബാർ കിട്ടും. നോക്കിക്കോ, സാക്സ് എടുത്തു, റിപ്പീറ്റ് ചെയ്യാണ്. സ്ട്രിങ് വായിച്ച സമയത്ത് നമ്മൾ എന്ത് ചെയ്ത് അവസാന സ്വരം കൊണ്ടുവന്നിട്ട് ലാൻഡിങ് നോട്ട്, അതായത് സി മേജറിനകത്ത് ലാൻഡിങ് ചെയ്യേണ്ട എവിടെയാണ്? സ, അതായത് സിയിൽ കൊണ്ട് കൊടുത്തു. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഇതിനകത്ത് പ്രധാന പോയിന്റ്, മൊത്തം കൂടെ മെലഡി ഫോക്കസ് ചെയ്ത് ടൈം ഔട്ടായിട്ട് തുടക്കക്കാർക്ക് വേണ്ടിയാണ്. ആകാതെ നിങ്ങൾ 2 ബാറായിട്ട് ഫോക്കസ് ചെയ്യുക. 2 ബാറിൽ ഒരു മ്യൂസിക് എന്തെങ്കിലും വായിക്കാൻ ശ്രമിക്കുക. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാണ്. അതൊരു മ്യൂസിക്കാണ്, അതിനോട് ചേർന്നൊരു മ്യൂസിക്, ടൈനി പീസ് ഓഫ് മ്യൂസിക്കാണത്. അപ്പോൾ ടൈനി പീസ് ഓഫ് മ്യൂസിക് നമ്മളിങ്ങനെ അങ്ങോട്ട് അടുക്കി വെക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്കൊരു നല്ല മെലഡി ഫോം ചെയ്യാൻ പറ്റും.